എന്നാ വാ എന്നാ ഇറങ്ങിക്ക ഒറ്റക്ക് എടുക്കോ? ഇതൊക്കെ നമ്മക്ക് എന്ത് നമ്മളെന്ന് കൊണ്ടുപോണ്ടല്ലേ? ഇതൊക്കെ നമ്മളെന്ന് കൊണ്ടുപോണ്ടല്ലേ? ആ നമ്മളെ ഒറ്റക്കാണ് പശുവിനെ കെട്ടാനും. ഇതിപ്പോ ഇറക്കണത് ഇതിപ്പോ പുല്ല് കൊടുക്കാൻ വേണ്ടിട്ട്. ഇതിപ്പോ പ്രസവിക്കാനായ പശുവാണ്. 4-5 ദിവസം കൊണ്ട് ഇത് പ്രസവിക്കും. എത്ര പൈക്കളുണ്ട്? പൈക്കള് 9-10 ഉണ്ട്. ഒക്കെ നമ്മൾ തന്നെ. അടിപൊളിയുള്ള പഠിക്കാനൊന്നും പോണ്ടേ? പഠിക്കാൻ പോകണേ. സ്കൂളുണ്ട്. പിന്നെ മൈക്രോസോഫ്റ്റിന്റെ ഇതുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. കമ്പ്യൂട്ടറ് അതും ചെയ്യണ്ട? അത് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ നിൽക്കാണ്. എന്താ പരിപാടി? ഇനിയിപ്പോ നമ്മൾ കുറച്ച് പുല്ല് കൊടുക്കാം. രാവിലെ എന്താ ചെയ്ത്? രാവിലെ കറന്ന് വെള്ളം കാട്ടിയ വെള്ളം കൊടുത്ത് കുട്ടികളെ സുഹൃത്തുക്കളെ, ഇത് ബിൻഷാദിന്റെ ലൈഫ് ഒന്ന് കാണട്ടോ. പുതിയ തലമുറയിലെ എല്ലാ മക്കൾക്കും അത് കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. ഇതൊക്കെ ആരൊക്കെ? ഇത് എന്റെ അനിയന്, പിന്നെ ആപ്പാന്റെ മക്കളൊക്കെ. നീ തന്നെയാണ്? ഞാൻ തന്നെയാണ്. പാലിന്റെ ബില്ല് കൂട്ടുന്നൊക്കെ, പാലിന്റെ ബില്ലൊക്കെ ഞാൻ ഒരു ആപ്പ് വെച്ചാണ്ടാ കൂട്ടുണ്ട്. അങ്ങനെ സംഭവം ഉണ്ടോ? അടിപൊളി അടിപൊളി. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യരുത്. കാരണം ഇപ്പോൾ വെക്കേഷൻ ടൈം മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഇവനെ പറ്റി പഠിക്കുമ്പോൾ ഒരുപാട് കാര്യം പഠിക്കാണ്ട്. ബിൻഷാനെ കുറിച്ച് ഇവന് എന്നെ വന്ന് പരിചയപ്പെട്ട ആളാണ്. ഇവന്റെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ഇവൻ ഇത്രയും പശുക്കളെ ആരും സഹായിക്കാതെ വാപ്പ ഉണ്ടാവും. ചെയ്യലില്ലേ? ഓക്കെ. ഇന്നത്തെ കറവ് കഴിഞ്ഞു. എത്ര വർഷമായി ഇതില്? ഞാൻ 2ാം ക്ലാസ് മുതലേ ഇതില് അറിഞ്ഞിരിക്കണേ. 2ാം ക്ലാസ്. സെറ്റ് സെറ്റ് സെറ്റ്. ഭയങ്കരം തന്നെയാടാ. എത്ര ക്ലാസ് മുതലുണ്ട്? ഞാൻ 2ാം ക്ലാസ് മുതലാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഫീൽഡിലേക്ക് എങ്ങനെ? ആരാ മോട്ടിവേഷൻ? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ വാപ്പാന്റെ കണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ല. കൃഷി, പിന്നെ ആപ്പ കൃഷി ചെയ്യുന്നുണ്ട്. കർഷക ഫാമിലിയാണ്. നീ വന്നതിന് ശേഷം എന്ത് മാറ്റാണ് ഉപ്പാക്ക് വരുത്തിയിട്ടുള്ളത്? മാറ്റം നമ്മൾ ആദ്യമൊക്കെ നമ്മള് ബില്ല് കിട്ടിയത് പേപ്പറിലാണ് എഴുതിയാണ് കിട്ടിയത്. നമുക്ക് എടുക്കാനൊക്കെ നല്ല പണിയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ആപ്പ് വെച്ചാണ് ചെയ്യുമ്പോ ആ ഫുള്ള് ഓരോ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ചെല്ലും. അവർക്ക് ഇപ്പൊ എന്താട്ടും ഫുള്ള് ബില്ല് അവർക്ക് വരും. പൈസ തരുമ്പോ അടിച്ചു ഒഴിവാക്കും ചെയ്യാം. അങ്ങനെയുള്ളതാണ് ഞങ്ങൾ ബില്ലൊക്കെ ചെയ്യുന്നത്. പിന്നെ അതേമാതിരി വാപ്പല്ലാത്ത ടൈമിൽ ഞാൻ കഴിച്ചു കൊണ്ടുവരും. അങ്ങനെയൊക്കെ സംഭവങ്ങളല്ലേ? പിന്നെ പാല് എവിടേക്കാ കൊടുക്കണ്ടേ? പാല് ഞങ്ങൾ ആദ്യം സൊസൈറ്റിയിലെ കൊടുത്തിരുന്നേ. അപ്പൊ 1 ലിറ്ററിന് 42 റുപ്യ ഇട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ പുറത്ത് കൊടുക്കണോണ്ട് ഞങ്ങൾക്ക് 80 രൂപയാണ് കിട്ടുന്നത്. അപ്പൊ ഞങ്ങള് 255 വീട്ടിൽ ഇപ്പൊ ഞങ്ങള് പാല് കൊടുക്കുന്നുണ്ട് മൊത്തമായിട്ട്. പ്രദേശം കരിങ്കപ്പാറ കേലംകുളം എന്ന് പറയും. പിന്നെ ഞങ്ങള് ആൾക്കാർക്കൊക്കെ പിന്നെ ഈ പാല് കൊടുക്കുന്ന അടിയില് ഗ്രൂപ്പിൽ ഞങ്ങൾ ചോദിക്കും. ഗ്രൂപ്പ് ഉണ്ട്, ഫ്രഷ് മിൽക്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അതിൽ ഞങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. വേണ്ടവർക്ക് ഞങ്ങൾ വിടും. ഫോട്ടോ എടുത്താൽ ഞങ്ങൾ അയക്കും. പച്ചക്കറി ആവശ്യമുള്ളവര് പറയാൻ. അപ്പൊ ഞങ്ങള് പറഞ്ഞവർക്ക് ഞങ്ങൾ എന്താട്ടും വണ്ടിയിൽ എന്തായാലും പാൽ കൊടുക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും ചെയ്യും. പച്ചക്കറിയൊക്കെ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ എന്തൊക്കെ കൃഷി ഉണ്ട് വേറെ? കൃഷി ചോളുണ്ട്, നെല്ലുണ്ട്, പയറ്. ഞങ്ങൾ 3ഉം കൂടി വായിച്ചിട്ടുണ്ട്. നെല്ല് ഒറ്റയ്ക്ക് വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്താ ഇതിന്റെ ഉദ്ദേശം എന്നാല് ഇത് പയറും ചോളം കൊണ്ട് അരിഞ്ഞെടുത്താൽ നെല്ല് നല്ല പൊന്തും. അപ്പൊ നിങ്ങൾക്ക് അത് ഇട്ടുകൊടുക്കും ചെയ്യാം. അങ്ങനെയുള്ള രീതിയിലാണ് ആ കൃഷി ചെയ്തത്. പിന്നെ ഞങ്ങള് തണ്ണിമത്തം കൃഷി ചെയ്തിരുന്നേ. പക്ഷെ കുറച്ച് ഫ്ലോപ്പായി. ആദ്യം ഉണ്ടാക്കാണ്. ബാക്കിയൊക്കെ കൃഷി നല്ല രീതിയിൽ നടക്കും. ഞാന് പൂക്കിപ്പറമ്പ് KHMHS. എന്താ ഉദ്ദേശം? ഇതിപ്പോ എങ്ങനെ കുട്ടികൾക്ക് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? നിന്റെ പ്രായത്തിലുള്ള ഒരു 90% കുട്ടികളും എന്തിനാ പറഞ്ഞു കൊടുക്ക്? ഫോൺ അഡിക്റ്റ് ആണ്. ലഹരി ഇപ്പൊ ഫോണാണ്. ഒരുപാട് നഷ്ടങ്ങളാണ് അവർക്ക് വരുന്നത്. പാപ്പാനിമ്മാനും നോക്കാൻ പറ്റണില്ല, മാതാപിതാക്കളില്ല, വെറും ഫോണ്. അതോടുകൂടി മാനസികാവസ്ഥ തകരുന്നു. പിന്നെന്തൊക്കെ തകർച്ചകള്, പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അവരോടൊക്കെ എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? അവരോട് അറിയാൻ എനിക്കുള്ളത് ഇങ്ങനെ ഓരോരോ നമുക്ക് പ്രകൃതിയുമായി ചെയ്യാനുള്ള കൃഷി, കാർഷികം അങ്ങനെയുള്ള ഇതിലേക്ക് ഇറങ്ങാം. ഫോണിലും ലഹരിക്കൊന്നും അഡിക്റ്റ് ചെയ്യാതെ കൃഷിപരമായിട്ട് കൃഷി ചെയ്യാന് എല്ലാവരോടും, അതാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞു കൊടുക്കാറുള്ളത്. പിന്നെ എന്താ പഠനവും ഇതും എങ്ങനെ ഒരുമിച്ച് പോവാ? പഠനം പോവും. നമ്മള് രാവിലെ എന്താ എന്റെ ഒരു ദിവസത്തെ പറഞ്ഞു കൊടുത്തേ? ഒരു ദിവസം എങ്ങനെ പോണു? ഞാൻ രാവിലെ മദ്രസക്ക് പോകും. മദ്രസ കഴിഞ്ഞ് എന്നിട്ട് സ്കൂളിൽ ദിവസം രാവിലെ ഒന്ന് വള്ളം കാട്ടാന് നിന്നോട്ടാണ്ട് പിന്നെ സ്കൂളിൽ പോകും. സ്കൂളിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഞങ്ങള് പാടത്ത് കൊണ്ട് അപ്പത്തിന് ഇപ്പൊ കെട്ടും. സ്കൂളിൽ ദിവസമൊക്കെ ഞാനാ കെട്ടല്. പിന്നെ അവിടെ കഴിച്ചോടിന് ശേഷം വള്ളം കാട്ടി
പിന്നെ പിന്നെ അങ്ങനെ നീയാ പിന്നെ പാലാക്കും. പാല് ഉമ്മയാണ് ആക്കല്. ഉമ്മക്ക് വയ്യാതാകുമ്പോൾ ഉമ്മ ഇല്ലാതാകുമ്പോഴൊക്കെ ഞാനാണ് ആക്കല് പാലാക്കിയാണ്ട്. പിന്നെ അപ്പാന്റെ ഒപ്പം എന്നും രാവിലെ വൈകുന്നേരങ്ങൾ പാൽ കൊടുക്കാൻ പോകണ്ടേ. അപ്പൊ ഓട്ടർശീല് ഇപ്പൊ നിർത്തി തരും, ഞാൻ അങ്ങനെ എടുത്ത് വിതരണം ചെയ്യും. കിട്ടണ വരുമാനം കിട്ടണം നിനക്കും കുറച്ച് കിട്ടുമല്ലോ. അത് ഞാൻ എന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കലാണ്. അടിപൊളി അടിപൊളി, മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. പിന്നെ ഭാവിയിൽ എന്താവാൻ ഇഷ്ടം? കളക്ടർ ആവാനാണ് ഇഷ്ടം. ഗ്രീൻ കളക്ടർ ആവാനാണ്. ഗ്രീൻ കളക്ടർ. ഇപ്പത്തെ ഉദ്യോഗസ്ഥരൊക്കെ എന്ത് ചെയ്യേണ്ടോ, നമ്മളെ വയല് ഫുള്ള് നികത്തിയാണ്ട് കൃഷി ഒന്നും ഉണ്ടാവാൻ അയക്കണില്ല. അപ്പൊ ഞാൻ കളക്ടർ ആവുകയാണെങ്കിൽ ഫസ്റ്റ് സംരക്ഷിക്കല് പ്രകൃതി ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. അടിപൊളി അടിപൊളി. കൊറേ ഞങ്ങളെ വയല് കൊറേ തൂർത്ത്, ഞങ്ങൾക്ക് കൊറേ കൃഷി ഉണ്ടാക്കാൻ സ്ഥലമുണ്ട്, കൊറേ തൂർത്ത് കഴിഞ്ഞു. അതിനൊന്നും ഉദ്യോഗസ്ഥർ ഒരു ഇതും തരണില്ല. അപ്പൊ എന്തായിട്ട് ഞാൻ ഉദ്യോഗസ്ഥനായ ഫസ്റ്റ് ഞാൻ പ്രകൃതിന്റെ ഉള്ളിൽ അതേമാതിരി വയല് നികത്താനൊന്നും ഞാൻ അയക്കൂല. അതാണ് എന്റെ ആഗ്രഹം. അടിപൊളി അടിപൊളി അടിപൊളി. എന്തപ്പോ നീ മാഷാഅല്ലാഹ് എത്ര സൂപ്പറായിട്ട് സംസാരിക്കണുണ്ടല്ലോ. എങ്ങനെ എവിടെ കഴിവാ? കഴിവ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ്. അപ്പൊ നിനക്ക് കളിക്കാനൊക്കെ താല്പര്യമുണ്ടോ? കളി നടക്കും, ഞാൻ എല്ലാം കൂടി ഇങ്ങനെ കൊണ്ടുനടക്കുന്നതാണ്. ഞാൻ ഫുട്ബോളാണ് കളിക്കാറുള്ളത്. അതിന്റെ തറവാടിന്റെ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ പോയി ഞാൻ കളിക്കാം. അടിപൊളി. ഓക്കെ ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. സംഭവം സൂപ്പറായല്ലോ. വീഡിയോ കാണാറുണ്ട്. നിങ്ങളെ വീഡിയോ ഞാൻ കൊറേ കണ്ട്, നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങള് ഫുള്ള് വീഡിയോ ഒക്കെ ചെയ്യുമ്പോ എല്ലാരും ഇങ്ങനെ നല്ല പറയുന്നുണ്ട് നിങ്ങളെ കുറിച്ചാണ്. അപ്പൊ എന്താട്ടി അപ്പൊ ഞങ്ങൾക്ക് വെറുതെ ഒന്ന് മെസ്സേജ് അയച്ചു നോക്കിയതാ, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് മാത്രം. അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ ഓക്കെ. ഇവരൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവൂലേ? ഒരു തറവാട്ടിങ്ങ 2 വശമുണ്ട്. വൈക്കോൽക്കൂനാന്ന് പറയല്. അതുപോലെ ഇത് ആദ്യം ഉണ്ടായ സാധനമാണ്. ഇതിപ്പോ ഒരു അണ്ണനാണ് കെട്ടിയത്, അതുകൊണ്ടാണ് ഈ ദാർപ്പായി. എല്ലാം ദാർപ്പായിന്റെ ആവശ്യമില്ല. പഴയ ആൾക്കാർ കെട്ടിയാണെങ്കിൽ ദാർപ്പായിന്റെ ഒരു ആവശ്യമില്ല, മറ്റേ വെള്ളം ഇറങ്ങൂല. അണ്ണന് കെട്ടിയത് കൊണ്ട് അണ്ണന് ശരിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു വലിയ സംഭവമാണ്. പലപ്പോഴും ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് ഇവനെ പോലത്തെ ഒരു കുട്ടീനെ കണ്ടു. ഇത് ഇവൻ്റെ ഒരു സ്മാർട്ട്നെസ് ഉണ്ടല്ലോ, നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താം. കുട്ടികളുമായിട്ട് സംസാരിക്കാനും അവർക്കൊരു നല്ല പ്രചോദനം കൊടുക്കാനൊക്കെ ഇവന് വളരെ ഉഷാർ. ബിൻഷാന്റെ ഫാദർ അല്ലേ? അതെ. എന്താ മോനെ കുറിച്ച് പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. മോനെ എല്ലാ പഠിക്കാനും കൃഷിന്റെ ആവശ്യത്തിനും എല്ലാവരും നല്ല സാറാണ് ആള്. കുട്ടികളെ മാറ്റില്ല. എല്ലാ കാര്യത്തിനും സാറാണ്. പാലിന്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കല. ബില്ലിങ്ങും പാല് കൊടുക്കുന്ന കണക്കും കാര്യമൊന്നും സ്കൂൾ ഞായറാഴ്ച എല്ലാ ദിവസവും ഓനെ ലൈന്. അത് നല്ല ഇതാണ്. മറ്റേ ഞങ്ങൾ 10-250 ആൾക്ക് ബില്ല് എഴുതി ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പണിയാണ്. ചിലപ്പോൾ 1-ാം തീയതി 30-ാം തീയതി കൊടുക്കാൻ പറ്റൂല, 2-ാം തീയതി 3-ാം തീയതി ഒക്കെ ആവും ബില്ല് കൊടുക്കണമെങ്കിൽ എഴുതി ഉണ്ടാക്കി വരുമ്പോൾ. ഇപ്പൊ കറക്റ്റ് അത് ഞാൻ നോക്കലില്ല, ഫുള്ള് വന്ന് തന്നെ കൊടുക്കല്. അടിപൊളി കാഴ്ച, അടിപൊളി കാഴ്ച അല്ലേ? എന്നുണ്ടാ ഈ കാഴ്ച എപ്പോഴുണ്ടാവുക? എന്നുണ്ടാവൂലേ? ഓ, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്താ ബിൻഷാദേ ടാറ്റ കൊടുക്ക എല്ലാവർക്കും. ഇൻഷാ അല്ലാഹ്.